ഹലോ, അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സ്കൂളൊന്നുമില്ല, അപ്പൊ നമുക്ക് ഇന്ന് എന്ത് ഉണ്ടാക്കാൻ വെച്ചിട്ടാ പൊതിച്ചോറ്. അപ്പൊ എങ്ങനെയാണ് ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കാം കേട്ടോ, എങ്ങനെയുണ്ടെന്ന്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു വെച്ചാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമുക്ക് പൊതിച്ചോറ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒന്ന് നമുക്കൊരു വെള്ളരിക്ക പച്ചടി വെക്കാം കേട്ടോ. നമ്മൾ വെള്ളരിക്ക നുറുക്കിയിട്ടുണ്ട്. ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമുക്ക് നാളികേരും പച്ചമുളകും തൈര്, ഞാൻ തൈര് നാളികേരത്തിൽ തന്നെ കൂട്ടി അരയ്ക്കാറ് കേട്ടോ. പിന്നെ ഞാൻ അതേപോലെ തന്നെ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കോവയ്ക്ക നുറുക്കിയിട്ടുണ്ട്. അതിൽ ഞാൻ കടുകിട്ടിട്ട് പിന്നെ ശകലം ഉള്ളിയും പച്ചമുളകും കൂടി ഒന്ന് വഴറ്റിയിട്ട് അതിലേക്കാണ് ഇട്ടിട്ട്. അപ്പോൾ ഒരു പ്രത്യേക രസം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പയറും കായൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. നിങ്ങളൊന്ന് ചെയ്ത് നോക്കൊണ്ടു, രസമാണ്. എല്ലാവരും ചെയ്യാറുണ്ടാവും തോന്നുന്നു, പല സ്ഥലത്തും പല പോലെയാണല്ലോ. ഇത് ഞാൻ എൻ്റെ ചില പരീക്ഷണങ്ങളൊക്കെയാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് വെള്ളമൊഴിച്ച് അടച്ച് വേവിച്ചെടുക്കണം. അത്യാവശ്യം എന്താ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇത് മാത്രം മതിയിട്ട് നമുക്ക് കൊണ്ട് കഴിക്കാൻ. പക്ഷെ ഇപ്പം ഇന്ന് ഞാൻ സ്കൂളൊന്നും ഇല്ലല്ലോ, അപ്പം എന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ. സ്കൂൾ ദിവസം ഒരിക്കലും നമുക്ക് പറ്റാറില്ല. കാരണം രാവിലെ ഞാൻ തന്നെ പത്രമിട്ട് വരാൻ ഏകദേശം ഒരു 7-7:30 ആവും. പിന്നെ മോക്ക് 7:45-8 മണിയാകുമ്പത്തേന് അവൾക്ക് പോകണം. അത് കഴിഞ്ഞാൽ ചെറിയാളെ ഞാൻ മോളെ സ്കൂളിൽ അവൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പോയിട്ട് പിന്നെ ചെറിയാളെ കൊണ്ടുവിടുമ്പോഴാണ് അവൾക്കുള്ള ഫുഡൊക്കെ ലഞ്ച് കൊടുക്കാറുള്ളത്. അപ്പോൾ പിന്നെ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഇന്ന് സ്കൂളില്ല, അന്ന് ടീച്ചേഴ്സിന് ട്രെയിനിങ് ആയ കാരണം അവധിയായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഇന്നലെ ഞാൻ മുക്കട്ടേന്ന് പോന്നപ്പോൾ മത്തി മേടിച്ച് പോകുന്നതായിരുന്നു. അവർ നമുക്ക് നന്നാക്കി തരും കേട്ടോ. അപ്പോൾ നമുക്ക് നന്നാക്കേണ്ട ആവശ്യമില്ല, വീട്ടിൽ വന്നിട്ട് ഉണ്ടാക്കാം. പിന്നെ ഇപ്പം അമ്മ ഇവിടെ ഇല്ല, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ അമ്മളപ്പോൾ നമ്മളിങ്ങനെ നോൺ വെജോ മീനൊന്നും വാങ്ങിക്കാറില്ല. അപ്പോൾ നമ്മളിതാ വേവിച്ച് വെച്ച് വെള്ളരിക്കയ്ക്ക് നാളികേരം പച്ചമുളകും ജീരകവും തൈരും കൂടി അരച്ച് ഒഴിച്ചിട്ടുണ്ട്. നമുക്കതിലേക്കൊന്ന് വറവിടണം. അപ്പം നമുക്ക് ചെറിയൊരു ചീനച്ചട്ടി നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. ഇത് ഞാൻ ഇന്നലെ ജംജുമിൽ പോയപ്പോൾ കണ്ടപ്പോൾ വാങ്ങിയതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി കണ്ടപ്പോൾ, അപ്പോൾ എടുത്തതാണ്. അപ്പോൾ വെളിച്ചെണ്ണ കടുക് പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ഒഴിച്ചാൽ നമ്മുടെ വെള്ളരിക്ക കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കറി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മുട്ട ഉണ്ടാക്കണം. അപ്പോൾ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു 3 മുട്ട എടുത്തിട്ടുള്ളൂ കേട്ടോ. കാരണം മീനും മുട്ടയും എല്ലാം കൂടിയിട്ടാകുമ്പോൾ കുട്ടികൾ അധികം കഴിക്കില്ല. നമുക്ക് ആ ചോറിക്ക് വെക്കാൻ കണ്ട് മാത്രം 3 എടുത്തിട്ടുള്ളൂ. ചെറുതാക്കിയിട്ട് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം ആയിട്ടുണ്ട്. ചോറ് പൊതിയാം. ചോറ്, അതിലേക്ക് മീൻ, നമ്മുടെ കോവയ്ക്ക ഉപ്പേരി. അതിൻ്റെ ഇടയിൽ ഞാൻ സമ്മന്തി അരച്ചിട്ടുണ്ട് കേട്ടോ. അതെനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം എല്ലാം ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ചെയ്യായിരുന്നു. മോള് ഇന്ന് ഫുള്ള് ക്ലീനിങ്ങിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. സ്കൂളില്ലാത്ത ദിവസം അവളാണ് കേട്ടോ എല്ലാം സെറ്റ് ചെയ്യുക. നന്നായിട്ട് നല്ല അടുക്കി പെറുക്കി വെച്ച് എല്ലാം വൃത്തിയിൽ അടിച്ചു കയറി തുടച്ചിട്ടുണ്ട് കേട്ടോ. പറയാതിരിക്കാൻ പറ്റില്ല. മീൻ കൂടി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കറിയും. നമ്മുടെ മക്കൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു തരുമ്പോൾ നമ്മൾ അവരെ ഒന്ന് പ്രശംസിച്ചാൽ അവർക്കത് ഭയങ്കര ഹാപ്പിയാവും. അപ്പം ഇനി ഇത് പൊതിഞ്ഞൊരു 3/4 മണിക്കൂർ നമ്മളിതൊന്ന് എടുത്ത് വയ്ക്കാം. ഞാനില്ലാത്ത ദിവസങ്ങളിൽ സ്കൂളിലേക്ക് രാവിലെ കാലത്ത് ഞാൻ പത്രമായിട്ട് എത്തിയിട്ടില്ലെങ്കിൽ അവൾ തന്നെ ഫുഡ് ഉണ്ടാക്കി കഴിച്ച് അവൾ പോവാറുണ്ട്. ബീച്ചൂട്ടനെ ഒരുക്കാറുണ്ട്. അങ്ങനെ എല്ലാം ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് എവിടെയെങ്കിലും ഒന്ന് പോകണമെങ്കിലൊന്നും ഒരു പേടിയില്ല. അങ്ങനെ ആളിനെ ഒറ്റയ്ക്കാക്കിയിട്ടൊക്കെ പോയാൽ എല്ലാം ചെയ്യും. അപ്പോൾ ഇതാ നമ്മുടെ ഫുഡ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ചിച്ചു ഞാനും കൂടി കഴിക്കാൻ നോക്കുകയാണ്. ബീച്ചൂട്ടൻ്റെ കൂടെ കഴിഞ്ഞു. അവനും അമ്മയും നേരത്തെ ഒന്ന് കഴിച്ചു. കാരണം അമ്മയ്ക്ക് വിശക്കും. 2 മണിയൊക്കെ ആയപ്പോൾ പിന്നെ ഞാൻ കൊടുത്തു. ഞങ്ങൾ ഏകദേശം 2-2:45 ആയി കഴിച്ചപ്പോൾ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫുഡിൻ്റെ അവസ്ഥ. പിന്നെ എന്ത് കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ഞാനും ചിച്ചും കൂടിയാണ് കഴിക്കണേ. കഴിച്ചു. കഴിച്ചോട്ടെ. ടേസ്റ്റ് ഉണ്ടോ? ഇത് കഴിക്കില്ല കേട്ടോ. പിന്നെ ഇതുപോലത്തെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം. ബൈ.